റിലേയുടെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് കൺട്രോൾ റിലേസ് ആണ്. നമ്മളെ കൺട്രോൾ സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന റിലേസ് ആണ്. നമ്മളതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെല്ലാം നോക്കുന്നത്. ഇനി തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസിലൊക്കെ കൺട്രോൾ പാനലിൻ്റെ വയറിംഗ് എല്ലാം പറയുമ്പോൾ റിലേസിൻ്റെ പ്രവർത്തനം അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു റിലേയുടെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡിഫറെൻറ്റ് റിലേസ് ഉണ്ട്. ആക്ച്വലി ഇതാണ് റിലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ബ്ലാക്ക് കളർ അതിൻ്റെ ബേസാണ്. അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് റിലേയിൽ ഡയറക്റ്റ് കൊടുക്കുന്ന പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ബേസ് കൂടെ ഉണ്ട്. പലതരം റിലേസ് ഉണ്ട്, പക്ഷേ ഈ ഒരു ടൈപ്പ് റിലേക്ക് ഇങ്ങനെ ബേസ് വേണം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ റിലേസിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബാക്ക് സൈഡിൽ പിൻസാണ്. ആ പിൻ ടൈപ്പാണ്, 8 പിൻ ടൈപ്പിൽ റിലേ ആണ് ഇതുള്ളത്. പല നമ്പേഴ്സ് ഓഫ് പിൻ ടൈപ്പ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു ഈ ബേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഏത് ഏരിയയിലാണോ അതിൻ്റെ കണക്ഷൻ വരുന്നത് ആ ഏരിയയിൽ നിന്ന് റിലേയുടെ പോയിന്റിലോട്ട് കണക്ഷൻ കണക്റ്റഡ് ആകും. അതാണ് ഈ ബേസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. സോ ഈ റിലേ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ റിലേ എന്ന് പറയുന്നത് 230 വോൾട്ട് എ സി റിലേ ആണ്. ആ 230 വോൾട്ട് എ സി വന്നാൽ മാത്രമേ ഈ റിലേ ആക്റ്റീവ് ആവുകയുള്ളൂ, ഇതിൻ്റെ കോണ്ടാക്ട്സ് കണക്റ്റ് ആവുകയുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു റിലേ എന്ന് പറയുന്നതും ഇത് 24 വോൾട്ടിൻ്റെ എ സി റിലേ ആണ്. 24 വോൾട്ട് ഡി സി റിലേ ആണ്. 24 വോൾട്ട് ഡി സി സപ്ലൈ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കോയിൽ ആക്റ്റീവ് ആവുന്നത്. ഇത് സെയിം 24 വോൾട്ട് എ സി റിലേ ആണ്. ഇതിലും 24 വോൾട്ട് എ സി വരുമ്പോഴാണ് ആ റിലേ ആക്റ്റീവ് ആവുന്നതും അതിൻ്റെ കോണ്ടാക്റ്റിൽ സപ്ലൈ വരുന്നതും. ഈ ബേസ് എല്ലാത്തിനും കോമൺ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ റിലേയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സപ്ലൈ വോൾട്ടേജിൻ്റെ, അതായത് ട്രിഗറിങ് വോൾട്ടേജിന് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, അതിൻ്റെ കോയിലിൽ അകത്ത് കാണാൻ പറ്റും. നമുക്കിത് അയച്ച് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കോയിലും അതിൻ്റെ കോണ്ടാക്ട്സുകളൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. കോണ്ടാക്ട്സ് പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ നോക്കി അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കോണ്ടാക്ട്സ് പിടിക്കുന്നതിൻ്റെ ഒരു NONC കോണ്ടാക്റ്റിൻ്റെ ഒരു ഡയഗ്രം ഇതിൻ്റെ വെളിയിൽ പ്രിൻ്റഡ് ആണ്. അത് നമുക്ക് ഇത് കാണുന്നില്ലെങ്കിൽ നമുക്ക് വെളിയിലൊന്ന് പ്രത്യേകം വരച്ച് തന്നെ അത് പറയാം. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ഈ പുഷ് ബട്ടൺ എന്ന് പറയുന്നത് ടെസ്റ്റ് ബട്ടണാണ്. അതിങ്ങനെ ഉപയോഗിക്കുന്നത് ടെസ്റ്റ് ബട്ടൺ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ഓറഞ്ച് കളർ ആ ഡിസ്പ്ലേയിൽ വരുന്നത് കാണാൻ പറ്റും. അത് റിലേ ആക്റ്റീവ് ആയി എന്നുള്ളതിനാണ്. അത് ജസ്റ്റ് നമ്മൾ പവർ കൊടുക്കാതെ തന്നെ റിലേയുടെ ഫംഗ്ഷൻ വർക്കിംഗ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ബട്ടനാണ് ആ റെഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ ഒരു ഗ്രീൻ കളർ ഒരു സ്മോൾ ലിവർ പോലെ കാണിക്കുന്നു. അതും ടെസ്റ്റ് ബട്ടൺ തന്നെയാണ്. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് ഒരുപാട് സമയം നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി അത് കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്കിങ്ങിലായിരിക്കും. അതാണ് ഈ ടെസ്റ്റ് ബട്ടൺ. ഇനി നമുക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റുകൾ എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്ന് പറയാം. ഇതിൻ്റെ അകത്തുള്ള ഒരു കോയിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ഒരു കോയിലാണിത്. അതിൻ്റെ കോയിലിൻ്റെ 2 എൻഡുകൾ A1 A2 എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ട്രിഗർ ചെയ്യാനുള്ള 230 വോൾട്ട് ആയാലും 24 വോൾട്ട് ആയാലും സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ 24 വോൾട്ട് നോർമലി ഇപ്പോൾ ഇതിനകത്ത് പവർ സപ്ലൈ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഈ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 9, 10, 11, 12 അതെല്ലാം കോമൺ പോയിൻറ്റ്സ് ആണ്. അതിൽ നിന്നും എല്ലാം NC പോയിന്റിലായിരിക്കും നോർമൽ ടൈമിൽ അത് കണക്റ്റ് ആയിരിക്കുക. നോർമൽ ടൈമിൽ ക്ലോസ്ഡ് ആയിരിക്കുന്ന കോണ്ടാക്റ്റിനെയാണ് നമ്മൾ NC നോർമലി ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇവിടെ ഈ 4 പോയിന്റുകളും ഇപ്പോൾ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള പോയിന്റുകളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ താഴ്ഭാഗത്ത് കാണുന്ന 4 പോയിന്റുകളാണ് ഈ കോമൺ പോയിന്റുകളായിട്ടുള്ളത്. സോ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന 4 പോയിന്റ്, ആ 4 പോയിന്റാണ് NC കോണ്ടാക്റ്റും. താഴെ മിഡിൽ കാണുന്ന 4 പോയിൻ്റാണ് NO കോണ്ടാക്റ്റും. അതായത് നോർമലി അത് ഓപ്പൺ ആയിരിക്കും. പവർ സപ്ലൈ വരുമ്പോൾ ക്ലോസ്ഡ് ആവുന്നതിനാണ് നോർമലി ഓപ്പൺ എന്ന് പറയുന്നത്. ഇനി പവർ സപ്ലൈ വരുന്ന സമയത്ത് ആ റിലേ കോയിൽ ആക്റ്റീവ് ആവുകയും ഈ ഒരു കോണ്ടാക്റ്റുകളെല്ലാം മാറി തൊട്ടപ്പുറത്തുള്ള ആ പോയിന്റിലോട്ട് ടച്ച് ആവുകയും ചെയ്യും. അതായത് NC കോണ്ടാക്റ്റുകളിൽ നിന്നെല്ലാം പവർ സപ്ലൈ മാറിയിട്ട് അത് NO കോണ്ടാക്റ്റിലോട്ട് ആ ഒരു കോമണിൻ്റെ പോയിന്റ് കണക്റ്റ് ആവുകയും ചെയ്യും പവർ സപ്ലൈ വരുന്ന സമയത്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്, ഒരു സ്വിച്ചിങ് റിലേ തന്നെയാണ് ഇത്. ഇനി റിലേ കണക്ട് ചെയ്യുന്ന ഈ റിലേ ബേസിൽ എങ്ങനെയാണ് റിലേയുടെ പിൻസ് കണക്റ്റ് ആവുന്നത്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് എന്നിവിടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന A1 A2 പോയിൻറ്റ്സ് ആണ്. ഈ താഴ്ഭാഗത്ത് കാണുന്ന ഈ ചെറിയ 2 പോയിന്റുകളാണ് കണക്ഷൻ വരുന്നത്. അതാണ് ഈ 2 ടെർമിനൽസ്. അതുപോലെ തന്നെ ഈ അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന കോമൺ പോയിൻറ്റ്സ് ആണ് ഈ താഴെ കാണുന്ന 4 ടെർമിനലിൻ്റെ കണക്ഷൻ അവിടെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ടോപ്പിൽ കാണുന്നത് NC കോണ്ടാക്ട്സുകളാണ്.
ഈ എൻ സി കോണ്ടാക്റ്റുകളുടെ കണക്ഷൻ വരുന്നത് ഈ ഒരു 4 പോയിന്റിലോട്ടാണ്. പിന്നെ ഈ മിഡിൽ കാണുന്നതാണ് NO കോണ്ടാക്റ്റ്. ഈ NO കോണ്ടാക്റ്റാണ് ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന കണക്ഷൻസ് വരുന്നത്. NO കോണ്ടാക്റ്റിൻ്റെയാണ് കണക്ഷൻ വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഇൻറ്റേർണലി വരുന്നത് നോക്കാം. ഇതിൽ ഓരോ ടെർമിനലിനും ഓരോ നെയിമുണ്ട്. ഇപ്പോൾ A1 A2 എന്ന് പറയുന്നത് കോയിൽസിൻ്റെ പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന നമ്പറുകൾ 9, 10, 11, 12 നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്പേഴ്സ് താഴ്ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ആ നമ്പറാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. 9, 10, 11, 12 എന്നുള്ളത് കോമൺ ആയിട്ടുള്ള പോയിന്റുകളാണ്. അവിടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട പവർ സപ്ലൈ കൊടുക്കുന്നത്. പിന്നെ അതിന് NONC വേണ്ടതിനനുസരിച്ച് നമ്മൾ മുകളിൽ അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് കണക്ഷൻ എടുക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 1, 2, 3, 4 എന്ന് പറയുന്നത് ഈ 4ആണ് ഇതിൻ്റെ NC കോണ്ടാക്റ്റ്. 1, 2, 3, 4 അത് കോമണിൽ നിന്ന് NC നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. ആ കോണ്ടാക്റ്റുകളെല്ലാം നോർമലി ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനാണ് NC കോണ്ടാക്റ്റ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് ഇതിൻ്റെ NO കോണ്ടാക്റ്റുകൾ. NO കോണ്ടാക്റ്റുകൾ 5, 6, 7, 8 അങ്ങനെ 4 കോണ്ടാക്റ്റുകളാണ് NO കോണ്ടാക്റ്റുകൾ. ഇപ്പം NO കോണ്ടാക്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഇത് 5, 6, 7, 8 അത് കോമൺ ആയിട്ട് ഇപ്പോൾ ടച്ച് അല്ല, അത് ഓപ്പൺ ആയി കിടക്കുന്നു. അതാണ് നോർമലി ഓപ്പൺ ആയതുകൊണ്ടാണ് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റിലേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റിലേ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കോയിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ആക്റ്റീവ് ആവുന്ന കോയിൽ. ഈ കോയിലിൻ്റെ പവർ സപ്ലൈ നമ്മൾ പറഞ്ഞു. ഈ കോയിലിൻ്റെ ഒരു കോയിലിന് 2 എൻഡാണ് ഉണ്ടാവുക. ആ 2 എൻഡും ഈ A1 A2 എന്ന് പറയുന്ന ഈ 2 പോയിന്റിൽ കണക്റ്റഡ് ആണ് കോയിലിന്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോയിലിൽ നിന്ന് വന്ന ഒരു കോപ്പറിൻ്റെ സ്ട്രാൻഡ് അതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഈ A1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അതിൻ്റെ കോയിലിൻ്റെ മറ്റേ സൈഡ് അത് A2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും കണക്റ്റ് ആയിട്ടുണ്ട്. സോ എപ്പോഴാണോ ഇതിനകത്ത് 230 വോൾട്ട് ഇത് 230 വോൾട്ടിൻ്റെ റിലേ ആണ്. സോ 230 വോൾട്ട് എപ്പോഴാണോ ആ A1 A2 അക്രോസ് വരുന്നത്, അപ്പോൾ ആ കോയിൽ എനർജൈസ് ചെയ്യുകയും അത് ഒരു ഇലക്ട്രോമാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. A1 A2. ഇനി A1 A2ൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു 4 കോണ്ടാക്ട്സ്, ഇതാണ് കോമൺ കോണ്ടാക്റ്റ്. ഇവിടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഏത് പവർ സപ്ലൈ ആണോ അതിൻ്റെ വയർ കണക്റ്റ് ആകേണ്ട പോയിൻ്റ് ഈ കോമൺ പോയിൻ്റാണ്. ഈ കോമൺ പോയിൻറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും 4 കോമൺ പോയിൻ്റ് ആണുള്ളത്. ചില റിലേകളിൽ 5 or 6 ഒക്കെ ഉണ്ടാവും. ഇത് 4 കോമൺ പോയിൻ്റ് ആണുള്ളത്. സോ 4 കോമൺ പോയിന്റിൽ നിന്നും നമുക്ക് അത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള പോയിന്റിലോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് 4 പോയിന്റിൽ നിന്നും 4 വയേഴ്സ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ വൈറ്റ് കളർ വയേഴ്സ് വന്നിട്ട് അത് ഈ പോയിൻറ്റ്സിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ മൂവിങ് ആയിട്ടുള്ള പാർട്ട്. ഇതിപ്പോൾ കണക്റ്റ് ആയിട്ടുള്ളത് മുകൾ ഭാഗത്തെ കോണ്ടാക്റ്റിലോട്ടാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഈ 4 കോമണിൽ നിന്ന് വന്നിട്ടുള്ള ഈ 4 പോയിന്റുകളും ഇപ്പോൾ കണക്റ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പോയിന്റിലോട്ടാണ് അത് കണക്റ്റ് ആയിട്ടുള്ളത്. ഈ മുകൾ ഭാഗത്തുള്ള പോയിന്റിലാണ് നമ്മൾ NC കോണ്ടാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ കോമണിൽ ഒരു പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം NC കോണ്ടാക്റ്റുകളിലാണ് ആ പവർ സപ്ലൈ വന്ന് നിൽക്കുക. അതുകൊണ്ടാണ് നോർമൽ സമയത്ത് അത് ക്ലോസ്ഡ് ആയ പോയിന്റിനെയാണ് നമ്മൾ NC നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇപ്പോൾ പവർ സപ്ലൈ ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ കോണ്ടാക്റ്റ് കണക്റ്റ് ആയിട്ടുള്ളത്. ഇനി അതിൻ്റെ മിഡിലായിട്ടുള്ള ഇപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്താണ് ഈ 4 NC കോണ്ടാക്റ്റുകളുള്ളത്. ഈ NC കോണ്ടാക്റ്റിൻ്റെ താഴെയാണ് ഇനി NO കോണ്ടാക്റ്റ് ഉള്ളത്. ഇപ്പോൾ NO കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നോർമൽ സമയത്ത് അത് ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് NO എന്ന് പറയുന്നത്, നോർമലി ഓപ്പൺ. സോ ഈ NO കോണ്ടാക്റ്റിൽ പവർ സപ്ലൈ ഈ റിലേ ആക്റ്റീവായാൽ മാത്രമേ പവർ സപ്ലൈ വരുന്നുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ഇൻ കേസ് ഇനി ഇതിനകത്ത് ഒരു പവർ സപ്ലൈ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കോയിൽ എന്താവും, ഈ കോയിൽ എനർജൈസ് ചെയ്യും. ഈ A1 A2ൽ നമ്മളിപ്പോൾ 230 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ കോയിൽ എനർജൈസ് ആയി കഴിഞ്ഞാൽ ഈ കോയിലിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അയൺ പീസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അയൺ പീസ് ഉണ്ട്. അപ്പോൾ ആ അയൺ പീസ് എന്താവും, അത് മാഗ്നറ്റ് ആവുന്ന സമയത്ത് അതിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് താഴ്ഭാഗത്തോട്ട് മൂവ് ആവും. താഴ്ഭാഗത്ത് മൂവ് ആയി കഴിഞ്ഞാൽ ഈ മുകളിൽ ടച്ചായിരിക്കുന്ന കോണ്ടാക്റ്റുകളെല്ലാം താഴ്ഭാഗത്ത് ടച്ചാവും. അതായത് NC കോണ്ടാക്റ്റിൽ കോമണിൽ നിന്ന് നേരെ NC കോണ്ടാക്റ്റിലായിരുന്ന ആ കോണ്ടാക്ട്സുകളെല്ലാം NOയിലോട്ട് ചേഞ്ച് ആവും.
എപ്പോഴാണോ ഈ റിലേക്ക് പവർ സപ്ലൈ വരുന്നത് ആ സമയത്ത് എൻ സി കോണ്ടാക്റ്റിൽ നിന്ന് കോമണിൻ്റെ പോയിൻ്റ് മാറിയിട്ട് അത് എൻ ഒയിലോട്ട് വരും. അപ്പോൾ അതായത് കോമണിൽ കൊടുക്കുന്ന പവർ സപ്ലൈകളെല്ലാം അപ്പം അത് എൻ സിയിലോട്ടല്ല പോകുന്നത്, എല്ലാം എൻ ഒ പോയിൻറ്റിലോട്ട് പോകും. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് സിമ്പിളായിട്ട്. ഇനി നമുക്കിതിനകത്ത് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. പ്രാക്ടിക്കലി അത് പവർ സപ്ലൈ കൊടുത്ത് 230 വോൾട്ട് കൊടുക്കുമ്പോൾ അതെങ്ങനെ മൂവ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ബട്ടൺ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാതെ തന്നെ ഈ കോണ്ടാക്ട്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വർക്കിംഗ് ആണോ അല്ല അറിയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡ് കളർ ഒരു ലിവർ കാണാൻ പറ്റും. ഇത് എന്താ സംഭവിക്കുന്നത്, നമ്മളത് പ്രസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അത് പുഷ് ചെയ്യുന്ന സമയത്തും ഈ ബ്ലാക്ക് കളർ പോയിന്റിലോട്ട് അത് പ്രസ് ആവും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ എൻ സി കോണ്ടാക്റ്റിൽ നിന്ന് മാറിയിട്ട് അത് എൻ ഒ കോണ്ടാക്റ്റിലോട്ട് വരികയും ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് പവർ സപ്ലൈ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് പവർ സപ്ലൈ ഇല്ല, അതുകൊണ്ട് ഈ ഡിസ്പ്ലേയിലൊന്നും കാണുന്നില്ല. ഈ പവർ സപ്ലൈ വരുമ്പോഴാണ് അവിടെ ഒരു റെഡ് കളർ വരുന്നത്. ഈ പവർ സപ്ലൈ നമ്മൾ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അവിടെ റെഡ് കളർ വന്നു. ഇപ്പോൾ റിലേ ആക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈ ഓഫ് ചെയ്തു, അപ്പോൾ റിലേ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കോണ്ടാക്റ്റ് മാറി പിടിക്കുന്നതും പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലോട്ട് വരുന്നതും കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ പോയിൻറ്റുകൾ NNC കോണ്ടാക്റ്റുകളിലെ കണ്ടിന്യൂറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 9 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് 1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് നോർമലി ക്ലോസ്ഡ്, അതായത് നമ്മൾ പവർ കൊടുക്കാതിരിക്കുമ്പോൾ ഈ രണ്ട് കോണ്ടാക്റ്റുകൾ തമ്മിലാണ് കണ്ടിന്യൂറ്റി കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള കോമൺ കോണ്ടാക്റ്റും, ഈ രണ്ട് കോണ്ടാക്റ്റിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട് മീൻസ് ഇത് NC കോണ്ടാക്റ്റാണ്. ഇവിടെ പവർ സപ്ലൈ ഇല്ല, എല്ലാത്ത സമയത്തും അത് ആ കോണ്ടാക്റ്റ് കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് പവർ സപ്ലൈ ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്ത സമയത്ത് ആ കോണ്ടാക്റ്റ് പോയി, അതായത് ആ കോണ്ടാക്റ്റ് NCയിൽ നിന്ന് മാറി NOയിലോട്ട് മാറി, അതുകൊണ്ട് ആ കോണ്ടാക്റ്റ് ഇല്ല. പവർ സപ്ലൈ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മാത്രമേ പോകുന്നുള്ളൂ. പവർ സപ്ലൈ ഇല്ലാത്ത സമയത്ത് അത് കോണ്ടാക്റ്റ് കിട്ടുകയും. ഇനി NO കോണ്ടാക്റ്റിലാണ് നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത്. NO കോണ്ടാക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ കോമണിൽ കൊടുത്തു, 9 കോമണിൽ കൊടുത്തു. അതിന് NC എന്ന് പറയുന്നത് 5ാമത്തെ നമ്പറാണ് ഇവിടെ ഉള്ളത്, അത് റിലേയിലൊരു നമ്പറാണ്. അപ്പം അത് NO കോണ്ടാക്റ്റിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തു. ഇപ്പോൾ റിലേ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഒന്നും കിട്ടുന്നില്ല ആ പോയിന്റുകൾ തമ്മിൽ. ഇനി നമ്മൾ പവർ സപ്ലൈ കൊടുത്ത സമയത്ത് റിലേ ആക്റ്റീവായപ്പോൾ ആ ഒരു പോയിന്റുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു കോണ്ടാക്റ്റുകൾ തമ്മിലാണ് ഇപ്പം കണക്റ്റഡ്. കോമണും അതുപോലെ തന്നെ NO കോണ്ടാക്റ്റും തമ്മിലാണ് കണക്റ്റഡ് പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത്. പവർ സപ്ലൈ ഇല്ലെങ്കിൽ ആ കോണ്ടാക്റ്റ് മാറിയിട്ട് NCയിലോട്ട് തന്നെ മാറുകയും ചെയ്യും. ഇനി നമുക്കിത് അയച്ചിട്ട് ഒന്ന് പവർ സപ്ലൈ കൊടുത്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ സെയിം സംഭവം തന്നെ ഇത് കോണ്ടാക്ട്സ് എങ്ങനെയാണ് പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നോക്കാം. നമ്മൾ ഇതിനകത്തിൻ്റെ കവർ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഈ കോണ്ടാക്റ്റ് ഇത് നമ്മൾ കോയിലാണ്, ഇവിടെയാണ് ഇപ്പോൾ കോണ്ടാക്റ്റ് നമ്മൾ മാറി വരുന്ന കോണ്ടാക്ട്സ് ഇവിടെയാണ്. സോ നമ്മളിപ്പോൾ പവർ സപ്ലൈ ഓൺ ചെയ്തും ഓഫ് ചെയ്തും നോക്കുമ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട്സ് എങ്ങനെ മാറുന്നത് എന്ന് നോക്കാം. പവർ സപ്ലൈ ഇപ്പോൾ നമ്മൾ ഓണാക്കുന്ന സമയത്ത് കണ്ടോ കോണ്ടാക്റ്റ് മാറി. ഇപ്പോൾ ഈ ഒരു കോണ്ടാക്റ്റിലോട്ട് വന്നു, NC കോണ്ടാക്റ്റിൽ NOയിലോട്ട് മാറി. പവർ സപ്ലൈ ഓഫ് ആയപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. സോ ഇതാണ് ഒരു റിലേയുടെ പ്രവർത്തനം. നിങ്ങൾക്ക് ഈ സ്വിച്ചിങ് റിലേയുടെ പ്രവർത്തനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.